എൻ്റെ ഭഗവാനെ, ഇനി മുടിപ്പൂര വാങ്ങി വെക്കേണ്ടി വരും. മുടിയൊക്കെ കൊഴിഞ്ഞു തീരാറായി. ഇന്നിപ്പോൾ ചായക്ക് കടി ഇഡ്ഡലിയാണ് കേട്ടോ. കാണാൻ ലുക്കില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് എന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഡ്ഡലിക്ക് പിന്നെ തക്കാളി ചട്നിയാണ് കേട്ടോ. മഴക്കാലമായിട്ടാണ് തോന്നുന്നത് കേട്ടോ, മുടി വല്ലാണ്ട് കൊഴിയുന്നുണ്ട്. വേനൽക്കാലത്തിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലാണ് തോന്നുന്നു. കൊഴിഞ്ഞു കൊഴിഞ്ഞ് കോഴിവാല് പോലെ ആയിനോ. പിന്നെ ഒന്നാമത് കുളി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കെട്ട് കെട്ടി വയ്ക്കും. പിന്നെ ഈ കെട്ട് അയക്കണമെങ്കിൽ ഉച്ചത്തേക്കുള്ള ചോറും കറിയും കൂട്ടാനുകളൊക്കെ ആയി കിട്ടണം. അതുവരെ കെട്ടയക്കൂല. ഭക്ഷണത്തിനൊന്നും കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇത്തിരി ജവാദ് തേക്കാഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല. കുളി കഴിഞ്ഞ് വന്നാൽ കേട്ടോ. അത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ജവാദ് തേക്കൽ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. നല്ലൊരു സ്മെല്ലാണ് അതിന്. പിന്നെ ഇതാ അടുക്കളയിലെത്തി. നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറേ ആയി. കുറേ ആയി, ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു വിചാരിക്കണേ. അപ്പോൾ അടുത്തൊന്നും ഉണ്ടാക്കി കഴിച്ചൊരു ഓർമ്മയില്ല. ദോശ ഉണ്ടാക്കും കേട്ടോ. ദോശ ഉണ്ടാക്കി എപ്പോഴും കഴിക്കും. പക്ഷേ ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കലില്ല. അങ്ങനെ ഇന്ന് നമ്മൾ പ്ലാനിങ് ഇഡ്ഡലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ പിന്നെ അധികം ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുക. ഞാൻ ഓട്ടട തന്നെ ഉണ്ടാക്കിയ വീഡിയോയിൽ ഇടുമ്പോൾ എല്ലാവരും എന്നോട് പറയും, എൻ്റെ ഓട്ടട ഇനി കണ്ടു പോകരുത് വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ അധികം ഈ ഓട്ടടനോട് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഇതുണ്ടാക്കിയാൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കായില്ല. പക്ഷേ അധികം ഇവിടെ ഓട്ടട ഉണ്ടാക്കിയാൽ ബാക്കി വരില്ല എന്തുണ്ടാക്കിയാലും. പിന്നെ ഇതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. എന്നാലേ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് പോരുള്ളൂ. എനിക്ക് പിന്നെ തണുക്കാൻ നിൽക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിയാണ് ഇട്ടത്. അപ്പോൾ പിന്നെ ഏട്ടന് 8 മണിയാകുമ്പോഴത്തേക്ക് പോകണം. അപ്പോൾ അതിനുള്ള പോക തിരക്കാണിത്. ഏട്ടൻ ചായ കുടിക്കുമ്പോഴത്തേനും കുട്ടികൾക്കും ചായക്കടി വേണം, അച്ഛനും വേണം. അപ്പോൾ പിന്നെ നമ്മൾ തണുക്കാൻ നിന്നാൽ ആകെ മൊത്തം ചൂട് കൂടും ഇവിടെ. അപ്പോൾ പിന്നെ ഞാൻ തണുക്കാനൊന്നും വെച്ചില്ല. ഏതായാലും ഇതാ നമ്മളെ ഇഡ്ഡലി ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ചായക്കടി എന്ത് തന്നെ ആയാലും എന്ത് ഭക്ഷണമായാലും നന്നായി കിട്ടിയാൽ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ ഞാൻ തന്നെ ആദ്യം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കിട്ടോ. പിന്നെ ഇതാ തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി അതിലേക്ക് പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നേ തക്കാളീൻ്റെ. പിന്നെ അതിലേക്ക് ഉപ്പും ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കങ്ങനെ അറിയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ നെയ് റോസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് തക്കാളി ചട്നി. അപ്പോൾ അതേ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ കാരണം തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഇല്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറി നമുക്ക് കൂട്ടണ്ടേ. അങ്ങനെയാണ് ഇന്ന് തക്കാളി ചട്നി ഉണ്ടാക്കാൻ തീരുമാനമായത്. അപ്പുറത്തെ അമ്മ ഒരിത്തിരി തേങ്ങയല്ല, നമ്മൾ കൊപ്രായി നിൽക്കുന്ന വെള്ളമില്ലാത്ത തേങ്ങയല്ലേ, അത് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കിയെന്ന് കേട്ടോ. പക്ഷെ അത് കൂട്ടാൻ പറ്റിയില്ല. അമ്മേൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ പിന്നെ അത് നമ്മൾ ഒഴിവാക്കി. അങ്ങനെ നമ്മൾ ചട്നി ഇല്ലാത്ത തേങ്ങ ഇല്ലാത്ത തക്കാളി ചട്നിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇഡ്ഡലി അയച്ചത്. ഞാൻ അപ്പുറത്ത് കഴിക്കുന്നുണ്ട്, കുട്ടികളിത് അപ്പുറത്ത്, കുട്ടികളും ഏട്ടനും അച്ഛനും കൂടിയാണ് ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ. അതൊക്കെ കൊണ്ടുപോയി അലക്കി ഞാൻ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. വെയിൽ വരികയാണെങ്കിൽ മുറ്റത്തിട്ട് കൊടുക്കുക, അല്ലേച്ചാൽ ബക്കറ്റിൽ തന്നെ കിടക്കേണ്ടി വരും. അലക്കി ചിക്കാനായിട്ട് സ്ഥലമില്ല ഇനി. നല്ല മഴയാണ് കുറച്ച് ദിവസമായിട്ട്. പിന്നെ ഞാനും ശ്രീകുട്ടനും കൂടെ വന്നിട്ട് കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ ഈ പച്ചക്കായ വെട്ടുക എന്ന് പറഞ്ഞിട്ട് അത് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ശ്രീകുട്ടനെ ഏട്ടൻ്റെ മോനാണ്. ഞാൻ ഓനെ വിളിച്ചതായിരുന്നു വെട്ടിത്തരാൻ. അങ്ങനെ ഓനും ഞാനും കൂടെ നമ്മളെ പച്ചക്കായൊക്കെ അങ്ങനെ വെട്ടി തള്ളിയിട്ടിട്ടുണ്ട്. പച്ചക്കായ വെട്ടണ നേരത്തെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ. അമ്മയും ഞാനും തന്നെ ഉള്ളൂ. അമ്മയും ഭാഗ്യത്തിന് അടുക്കളയിലായിരുന്നു. പച്ചക്കായ വെട്ടി നിലത്തള്ളിയിട്ട് കണ്ടാൽ ചിലപ്പോൾ ചീത്ത ഇട്ടേനെ. അങ്ങനെ ഏതായാലും ഞങ്ങൾ രണ്ടാളും കൂടി പച്ചക്കായൊക്കെ വെട്ടി അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഉണ്ണിക്കാമ്പ് എടുക്കുകയാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാൻ. അതിൻ്റെ ഉണ്ണിക്കാമ്പ് എടുത്ത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. വെറുതെ ഇത് മാത്രം ഇട്ടിട്ട് ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഉപ്പേരി ആക്കിയാൽ തന്നെ, വറവാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. എനിക്കിങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അനുമോൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. വീട്ടിലെല്ലാവരും കഴിക്കും, പക്ഷെ അനുമോൾ കഴിക്കാൻ കൂട്ടാക്കൂല. അങ്ങനെ നമ്മളെ പച്ചക്കായ വെട്ടിയത് ഞാനിതാ കൊണ്ടുവന്നിട്ട് സ്റ്റോർ റൂമിൽ കെട്ടി തൂക്കുകയാണ്. ഈ നിലത്ത് വെച്ചാൽ ഒടിഞ്ഞ് നാശമാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കെട്ടി തൂക്കുന്നത്.
പിന്നെ വേഗം പച്ചക്കായൻ്റെ കറിയും എണ്ണക്കാപ്പിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ എണ്ണിക്കാമ്പിനൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.